ഇനി എനിക്ക് നീ എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മനസ്സിൽ അലിവ് തോന്നൂല. പരാതി നേരിട്ട് പിന്നെ വക്കീൽ തയ്യാറാക്കി കോടതി കൊടുക്കും, പിന്നെ വക്കീൽ നോട്ടീസ് അയക്കും. ഇല്ല, ഇതിൽ മാപ്പ് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായ ഇതിൽ മാപ്പില്ല. ഞാൻ കേസിൽ മാപ്പ് പറഞ്ഞു, പക്ഷെ ഈ കേസിൽ ഞാൻ ഒരു തരത്തിലും ഇപ്പൊ തന്നെ ഒരു ചാനലിൽ നിന്ന് എന്നെ വിളിച്ചു, ഒരു പെൺകുട്ടി വിളിച്ചു, സംസ്ഥാനം ഞാൻ ടീച്ചറുടെ കാലിന് വീഴാൻ തന്നെയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഇതെല്ലാം തീരുമാനിച്ച് ആയിപ്പോയി, ഇനി എനിക്ക് നീ എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മനസ്സിൽ അലിവ് തോന്നൂല. അതുകൊണ്ട് അല്ല, ഇനി ടീച്ചർ നിയമപരമായി എടുത്തോളൂ, പക്ഷേ ഞാനല്ല ഇപ്പം പുതുതായിട്ട് വന്ന പെൺകുട്ടിയാണ് അങ്ങനെയെല്ലാം പറഞ്ഞു പോയത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാൻ മറക്കാം, പക്ഷേ നിയമത്തിൻ്റെ മുൻപിൽ നിയമപരമായിട്ട് പോകുന്ന കാര്യത്തിൽ ഇനി ഒരു സഹോദരിക്കും ഏത് പാർട്ടിയിലാവട്ടെ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ തക്ക വിധത്തിൽ നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അല്ല, പലരും ഇന്ന് ഞാൻ വരുമ്പോൾ എന്നോട് ബഹുമാനപ്പെട്ട സ്പീക്കർ എന്നോട് വിളിച്ച് പറഞ്ഞു, ഞാൻ ഇവരോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത് ഉടനെ തന്നെ അത് നിങ്ങൾ തിരുത്തിയിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പം പാലോട് രവി ഇപ്പം വിളിച്ച് വെച്ചിട്ടേ ഉള്ളൂ, നിരവധി നേതാക്കന്മാർ എന്നെ വിളിച്ചിട്ടുണ്ട്. എന്തിനേറെ BJPയുടെ നേതാക്കന്മാരും വിളിച്ച് ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. PK ശ്രീമതി ടീച്ചർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകളാണ്. ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല, പിറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല, നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. നിയമ നടപടികളുമായി മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തക വിളിച്ചിരുന്നു. കാലിൽ സാഷ്ടാംഗം വീഴാം, ടീച്ചർ മുന്നോട്ട് പോകരുത് എന്നാണ് മാധ്യമപ്രവർത്തക പറഞ്ഞത്. ഒരു പെൺകുട്ടിയാണ് വിളിച്ചത് എന്ന് കൂടി പറയുന്നു PK ശ്രീമതി ടീച്ചർ. എന്തായാലും ഉറച്ച നിലപാടിൽ മുന്നോട്ട് പോവുകയാണ് PK ശ്രീമതി ടീച്ചർ. പരാതി നൽകിയിരുന്നു DGPക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും. അന്വേഷണം നടത്താൻ തീരുമാനിച്ചു ആഭ്യന്തര വകുപ്പ്. സൈബർ ഓപ്പറേഷൻസ് IG P പ്രകാശനാണ് അന്വേഷണ ചുമതല. പ്രത്യേക സംഘം ഇതേക്കുറിച്ച് അന്വേഷിക്കും. എന്ന് വെച്ചാൽ 2 YouTube ചാനലുകൾക്കെതിരെ അന്വേഷണം വരും. കർമ്മ ന്യൂസിനും അതോടൊപ്പം തന്നെ ഭാരത് ലൈവ് എന്ന YouTube ചാനലിനും. അതോടൊപ്പം ജനൻ TVക്ക് എതിരെയും വരും. സുദിനം പത്രം, കണ്ണൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സുദിനം പത്രം, അവർക്കെതിരെയും അന്വേഷണം വരും. ഈ മാധ്യമങ്ങൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്. സംഘപരിവാർ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും സംഘപരിവാറിൻ്റെ നാവായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളാണ് ഇവയെല്ലാം. ഈ മാധ്യമങ്ങളിലാണ് ഈ വാർത്ത വന്നത്. വളരെ മോശമായി തെറ്റായ വാർത്ത നൽകിയത്, വ്യാജ പ്രചാരണമാണ് നടത്തിയത്. PK ശ്രീമതി ടീച്ചർക്കെതിരെ MLAയുടെ ഭാര്യ എന്ന് പറഞ്ഞ് കുടുംബ പെൻഷൻ വാങ്ങിക്കുന്നു എന്നതാണ് പരാതി. ചെറിയ സംഭവമല്ല. എന്താണ് വസ്തുത എന്ന് അന്വേഷിക്കാതെ കയ്യിൽ കിട്ടിയ ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ ഇതാ PK ശ്രീമതി ടീച്ചർ എന്ന പേരുണ്ട്, അതുകൊണ്ട് അത് PK ശ്രീമതി ടീച്ചർ എന്ന CPIM നേതാവായിരിക്കും എന്ന അനുമാനത്തിൽ വാർത്ത നൽകുകയാണ്. PK ശ്രീമതി ടീച്ചറുടെ ഫോട്ടോ വെച്ച് പല തരത്തിൽ പല രൂപത്തിൽ വാർത്ത പടച്ചു വിടുന്ന അവസ്ഥ. ഒന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നു PK ശ്രീമതി ടീച്ചറോട്, അല്ലെങ്കിൽ കിട്ടിയ രേഖ, അതിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണോ എന്ന് അന്വേഷിക്കാമായിരുന്നു. നിയമസഭയിലേക്ക് വിളിച്ചു ചോദിച്ചാൽ മതി. നിയമസഭയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. അതൊന്നുമില്ലാതെ കിട്ടിയ രേഖ വെച്ച് PK ശ്രീമതി ടീച്ചർക്കെതിരെ വ്യാജ വാർത്ത കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ചാനലുകൾക്ക് എതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്വേഷണം വരാൻ പോകുന്നു എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട സംഘപരിവാറിൻ്റെ നാവായി പ്രവർത്തിക്കുന്ന 2 YouTube ചാനലുകൾക്ക് പിടിവീഴാൻ പോകുന്നു എന്നർത്ഥം. അതോടൊപ്പം സംഘപരിവാറിൻ്റെ ചാനലായ ജനൻ TVക്കും ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അന്വേഷണം ശരിയായ രൂപത്തിൽ നിഷ്പക്ഷമായി നടക്കുമോ എന്നതാണ് അറിയാനുള്ളത്. സംഘപരിവാറും സർക്കാരും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. പരസ്പര ധാരണയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ജാഗ്രതയോടുകൂടി മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ, CPIM പ്രവർത്തകർ പിന്തുടർന്നാൽ, കൃത്യമായി ഫോളോ അപ്പ് ചെയ്താൽ അന്വേഷണം ശരിയായ ദിശയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ കഴിയില്ല. സർക്കാരിന് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമാണ്, വലിയ തോതിൽ ഇത് വർദ്ധിച്ചു വരുന്നു. അതിനെതിരെയുള്ള ഒരു പ്രതിരോധമാണ് PK ശ്രീമതി ടീച്ചർ നടത്തുന്നത് എന്നതിൻ്റെ ഒരു പ്രാധാന്യവും ഈ കേസിനുണ്ട്.